പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജിജിത. പ്രധാന വാർത്തകൾ. കാബൂളിൽ പാക് വ്യോമാക്രമണം. കുടിയേറ്റ നിയമങ്ങൾ കടുപ്പിച്ച് അമേരിക്ക. ഇറാൻ യുദ്ധം. ഷീ ജിൻപിങ്ങുമായുള്ള നിർണായക കൂടിക്കാഴ്ച മാറ്റിവെച്ച് ട്രംപ്. ദളിത് പീഡനം. കുറ്റവാളികളെ വെറുതെ വിട്ടു. പരീക്ഷയിൽ ജയിപ്പിക്കാമെന്ന് വാഗ്ദാനം. മെഡിക്കൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച ഡോക്ടർ അറസ്റ്റിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തം. മണ്ണുത്തിയിൽ പോലീസിന് നേരെ ഗുണ്ടാക്രമണം. ഡോക്ടർ വന്ദന ദാസ് വധക്കേസ് പ്രതി കുറ്റക്കാരനെന്ന് കോടതി. സഞ്ജു സാംസനെ അഭിനന്ദിച്ച് ഗവർണർ. വാർത്തകൾ വിശദമായി. കാബൂളിൽ പാക് വ്യോമാക്രമണം. കാബൂളിലെ മയക്കുമരുന്ന് പുനരധിവാസ കേന്ദ്രമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആശുപത്രിയെയാണ് ആക്രമിക്കപ്പെട്ടതെന്നും നിരവധി നിരപരാധികളുടെ ജീവൻ നഷ്ടമായെന്നും അഫ്ഗാൻ ആരോഗ്യ മന്ത്രാലയ വക്താവ് ഷറാഫത്ത് സമാൻ അറിയിച്ചു. 250-ലധികം പേർക്ക് പരിക്കേറ്റുവെന്നും അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഈ ആരോപണങ്ങൾ തള്ളിക്കളയുകയാണ് പാകിസ്ഥാൻ. കുടിയേറ്റ നിയമങ്ങൾ കടുപ്പിച്ച് അമേരിക്ക. വിദേശികളെ നാട് കടത്തുന്നതിനുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്ന 2 പ്രധാന കുടിയേറ്റ ബില്ലുകളുമായി US റിപ്പബ്ലിക്കൻ പാർട്ടി. തട്ടിപ്പുകളിൽ ഏർപ്പെടുന്നവരെയും പോലീസ് മൃഗങ്ങളെ ഉപദ്രവിക്കുന്നവരെയും ലക്ഷ്യമിട്ടാണ് ഈ പുതിയ നീക്കം. തട്ടിപ്പുകാരെ നാടുകടത്തൽ നിയമം, ബോവ ആക്ട് എന്നീ 2 ബില്ലുകളാണ് ഹൗസ് റൂൾസ് കമ്മിറ്റി ചർച്ചയ്ക്കായി സമർപ്പിച്ചത്. ഇറാൻ യുദ്ധത്തിൽ ഷീ ജിൻപിങ്ങുമായുള്ള നിർണായക കൂടിക്കാഴ്ച മാറ്റിവെച്ച് ട്രംപ്. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള നിർണായക കൂടിക്കാഴ്ച മാർച്ച് 31 മുതൽ ഏപ്രിൽ 2 വരെ നിശ്ചയിച്ചിരുന്നുവെങ്കിലും യുദ്ധം നേരിട്ട് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായതിനാൽ അമേരിക്കയിൽ തന്നെ തുടരാനാണ് തന്റെ തീരുമാനമെന്ന് ട്രംപ് വ്യക്തമാക്കി. ദളിത് പീഡനത്തിൽ കുറ്റവാളികളെ വെറുതെ വിട്ടു. രാജ്യമാകെ പ്രതിഷേധമുയർന്ന ഗുജറാത്തിലെ ദളിത് പീഡന കേസിൽ 5 പേരെ മാത്രം കുറ്റക്കാരായി കണ്ടെത്തിയ കോടതി പോലീസ് ഉദ്യോഗസ്ഥരടക്കം 35 പേരെ കുറ്റവിമുക്തരാക്കി. ഗിർ സോമനാഥ് ജില്ലയിലെ ഉനയിലെ മോട്ടോ സമധ്യാല ഗ്രാമത്തിൽ 2016 ജൂലൈ 11 നടന്ന സംഭവത്തിലാണ് വെരാവൽ അഡീഷണൽ സെഷൻസ് ജഡ്ജി ജിഗ്നേഷ് പാണ്ഡ്യ വിധി പറഞ്ഞത്. പരീക്ഷയിൽ ജയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി മെഡിക്കൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച ഡോക്ടർ അറസ്റ്റിൽ. നീലഗിരി സർക്കാർ കോളേജിലെ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ഓം പ്രകാശാണ് പിടിയിലായത്. സ്വകാര്യ ഹോട്ടലിൽ എത്തിച്ച് മദ്യം നൽകി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ അത്യാഹിത വിഭാഗത്തിന്റെ പോർട്ടബിൾ വെന്റിലേറ്റർ മെഷീനിലാണ് തീപിടുത്തം ഉണ്ടായത്. ഉടൻ തന്നെ തീ അണയ്ക്കുകയും രോഗികളെ സുരക്ഷിതമായി മാറ്റുകയും ചെയ്തു. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. മണ്ണുത്തിയിൽ പോലീസിന് നേരെ ഗുണ്ടാ ആക്രമണം. മണ്ണുത്തി കൊഴുക്കുള്ളിയിൽ പോലീസിന് നേരെ ഗുണ്ടാ ആക്രമണമുണ്ടായി. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ SI വരുണിന് കൈപ്പത്തിക്കുള്ളിലാണ് കുത്തേറ്റത്. മൂർക്കിനിക്കര കൊലപാതക കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ വിഷ്ണുജിത്ത്, ജിഷ്ണു എന്നിവർ പിടിയിലായി. ഡോക്ടർ വന്ദന ദാസ് വധക്കേസ് പ്രതി കുറ്റക്കാരനെന്ന് കോടതി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദന ദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കണ്ടെത്തിയത്. കുടവട്ടൂർ സ്വദേശിയും അധ്യാപകനുമായ സന്ദീപാണ് കേസിലെ ഏക പ്രതി. ആശുപത്രി സുരക്ഷയെപ്പറ്റി ഏറെ ചർച്ചകൾക്ക് വഴിവെച്ച കേസ് ആയിരുന്നു ഇത്. ശിക്ഷാവിധി മാർച്ച് 19 വ്യാഴാഴ്ച. ക്രിക്കറ്റ് താരം സഞ്ജു സാംസനെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ലോക് ഭവനിൽ വെച്ച് ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹവും സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ആത്മകഥയായ പ്ലേയിങ് ഇറ്റ് വേയും സമ്മാനിച്ച് ആദരിച്ചു. സഞ്ജുവിന്റെ നേട്ടങ്ങളിൽ രാജ്യം, പ്രത്യേകിച്ച് കേരളം, ഏറെ അഭിമാനിക്കുന്നതായി ഗവർണർ അറിയിച്ചു. ഇലക്ഷൻ വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് BJP സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ ഇലക്ഷൻ പ്രചാരണം തട്ടേക്കാട് ഗസ്റ്റ് ഹൌസിന് മുമ്പിൽ നിന്നും ആരംഭിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ ഇതേ സമയം ഡിജിറ്റൽ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ ന്യൂസ്